ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്ലേ കലണ്ടർ ആണ്. ക്ലേ കലണ്ടർ എന്ന് പറഞ്ഞാൽ ക്ലേ യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ക്ലേ കലണ്ടർ. മെഷർമെന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലത്തെ ആ കാർഡ്ബോർഡ് പീസ് എടുക്കുക, പിന്നെ അതിൻ്റെ 4 സൈഡ് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കവർ ചെയ്യുന്നതിൻ്റെ നിങ്ങൾക്ക് പേപ്പറിനെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. മാസ്കിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടാവുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലത്തില്ലാത്തത് കൊണ്ട് ഞാൻ പേപ്പർ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആകെ ഒരേ ഒരു കാർഡ്ബോർഡ് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചുള്ളൂ. പിന്നെയാണ് എനിക്ക് ബുദ്ധി വന്നത്. എന്നിട്ട് ഞാൻ പിന്നെ ചെയ്തത് വേറൊരു ഐഡിയയിലാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 4 സൈഡിലും പേപ്പർ പീസ് ഒട്ടിച്ചെടുത്തിട്ട് അതിന്റെ 2 സൈഡിലുമായിട്ട് പിന്നെ ഒന്ന് പേപ്പർ ഒട്ടിച്ചാൽ മതി. മറ്റേതാണെങ്കിൽ ഇതിന്റെ ഇരട്ടി പണിയെടുക്കണം, അത്രേ ഉള്ളൂ. ക്ലേ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ആ ഒരു കാലണ്ടർ ഉണ്ടല്ലോ, അത് ഞാൻ കുറേ പേരുടെ ചാനലിൽ കണ്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ ക്ലേ എടുത്ത് ഉരുട്ടി പരത്താനുള്ള ആ ഒരു മടി കൊണ്ടുണ്ട് ഞാനത് ഉണ്ടാക്കാതെ മാറ്റി വെച്ചിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഒരു 2025 തുടങ്ങി, ഒരു മാസം കഴിയാനായി. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കില്ലെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കലുണ്ടാവില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പേപ്പർ യൂസ് ചെയ്ത് ചെയ്യുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ 5K സബ്സ്ക്രൈബേഴ്സ് ആയാലും ഗിവ് അവേ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3K ഒക്കെയാണ് ആയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് 5K ആയാൽ നമ്മളൊരു അടിപൊളി ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട. 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് കാണിച്ച മെത്തഡാണ് ഞാനിപ്പോൾ ആദ്യം ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്തത്. രണ്ടാമത് ചെയ്ത ആ ഒരു മെത്തഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 4 കാർഡ്ബോർഡ് പീസും ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇത് 4ഉം കൂടി ഒന്ന് കൂട്ടി ജോയിൻ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തത്. ഫസ്റ്റ് ഞാൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തു. അതിന് ശേഷം ഞാൻ പിന്നെ ഒരു ഭാഗത്ത് തന്നെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. 2 സൈഡിലും സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ആദ്യം പരത്തി വെച്ചിട്ട് എല്ലാ സൈഡിലും സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. എന്നിട്ടത് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ കോർണേഴ്സിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒട്ടിച്ചെടുത്താൽ മതി. പൂഗണ്ണി യൂസ് ചെയ്തിട്ട് നമുക്കത് ഒട്ടിക്കാനൊക്കെ പറ്റും. പക്ഷെ കൂടുതൽ സെക്യൂർ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ തന്നെ വേണം. സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് കവർ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ഫെവിക്കോൾ തേക്കുന്നത്. ഫെവിക്കോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കണില്ല. എന്തായാലും നിങ്ങളിത് സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫെവിക്കോൾ തേക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ക്യൂബാണ്. ഈ ക്യൂബ് ഉണ്ടാക്കുന്നതിൻ്റെ മെഷർമെൻറ്റ്സ് നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറഞ്ഞാൽ മതി, റിപ്ലൈ തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി കൊടുക്കാം. ഈ ക്യൂബ് ഉണ്ടാക്കുന്ന സംഭവം എളുപ്പമാണ്. അതൊരു 11x13 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു പേപ്പർ എടുക്കണം. എന്നിട്ട് അതാണ് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കേണ്ടത്. ഞാൻ മുറുക്കിട്ടത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഇതേപോലെയൊക്കെ മടക്കി കൊടുത്തിട്ട് ആ ഒരു കോർണേഴ്സ് എന്നല്ല, എല്ലാതും ഒന്ന് ഷാർപ്പാക്കി മടക്കി കൊടുക്കണം. പിന്നെ അത് ഗ്ലൂ വെച്ച് ഒട്ടിക്കാനും ഭയങ്കര എളുപ്പമാണ്. ഇതേപോലെ 2 ക്യൂബ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. 2 ക്യൂബ്സും അതേപോലെ 3 ക്യൂബോയിഡ്സുമാണ് നമുക്ക് വേണ്ടത്. എല്ലാ കോർണേഴ്സും നല്ല ടൈറ്റായിട്ട് തന്നെ വെച്ചൊട്ടിച്ചെടുക്കുക. അത് 2 ക്യൂബ്സും 2 ക്യൂബോയിഡ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്യൂബോയിഡും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കുന്നതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഒരു 8 സെൻറ്റിമീറ്റർ വരുന്ന 8x5 സെൻറ്റിമീറ്റർ വരുന്നൊരു പേപ്പറാണ്. അത് നമ്മളുടെ വീഡിയോയിൽ കാണുന്ന പോലെ മെഷർമെൻറ്റ്സിനൊക്കെ വരച്ചെടുത്ത് കോർണേഴ്സൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ടും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്യാനാണ്. അതുപോലെ 2 സൈഡിലും ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കുമ്പോൾ 5 പീസാണ് നമ്മൾ ഉണ്ടാവുക. അതിൽ നമ്മൾ ഒരു സൈഡിൽ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി. 2 എൻഡിലായിട്ടും വരുന്ന ആ ഒരു പീസസ് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. അത് അങ്ങനെ മാത്രം ഒട്ടിച്ചെടുത്താൽ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. ഇനി നിന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ പീസ് ഇതേപോലെ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അതുപോലെ 2 അറ്റത്തും ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. 2 ക്യൂബോയിഡ്സ് നമുക്ക് ഒറ്റ സമയത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരെണ്ണം നമ്മൾ മാറ്റി വെക്കണം. ലാസ്റ്റത്തെ ആ ഒരു 4 months ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് വെച്ചാൽ മതി. ആവശ്യത്തിനനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാം.
ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടി പെയിൻറ്റ് അടിച്ചതാണ്. അപ്പം ഞാൻ ആദ്യം എടുത്തത് ഒരു പിങ്ക് കളറാണ്. പിങ്ക് കളർ യൂസ് ചെയ്ത് അടിച്ചെടുത്തപ്പോൾ നല്ല ഡാർക്കായിട്ട് തോന്നി. ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ബേസായിട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുത്തു. അതിന് മുകളിലായിട്ടാണ് ഞാൻ ഒരു പർപ്പിളുള്ള ഒരു ലാവൻഡർ ഷെയ്ഡൊക്കെ അടിച്ചു കൊടുത്തത്. പിന്നെ ക്യൂബോയിഡ്സിന് ഞാൻ യെല്ലോ കളറാണ് ചെയ്തത്. എല്ലാതും കളർ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളേഴ്സൊക്കെയാണ് ഞാൻ അടിച്ചു കൊടുത്തത്. ഇനി നമുക്ക് നമ്പേഴ്സ് അതുപോലെ മന്ത്സൊക്കെ എഴുതി കൊടുക്കണം. മന്ത്സ് ഞാൻ ഒരു ക്യൂബോർഡിൽ 4 മന്ത്സ് വീതം 3 ക്യൂബോർഡ്സിലുമാണ് എഴുതി കൊടുക്കേണ്ടത്. ഞാൻ ബ്ലാക്ക് ജെൽപെന്നാണ് അത് എഴുതി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും സമയം എടുത്ത് വൃത്തിക്ക് തന്നെ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ക്യൂബ്സിൽ നമ്പേഴ്സ് എഴുതുന്ന സമയത്ത് ആകെ 2 ക്യൂബ്സ് നമുക്കുള്ളൂ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കലണ്ടർ കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്പേഴ്സാണ് നമ്മൾ ക്യൂബ്സിൽ യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതേപോലെ വീഡിയോയിലും കാണിക്കാം. നമ്മൾ ഫസ്റ്റത്തെ ക്യൂബിൽ 0, 1, 2, 3, 4, 8 എന്ന നമ്പേഴ്സാണ് ചെയ്തത്. സെക്കൻഡ് ക്യൂബിലാണെങ്കിൽ 0, 1, 2, 5, 6, 7 എന്ന നമ്പേഴ്സാണ് ഞാൻ വരച്ചു കൊടുത്തത്. നമ്പേഴ്സ് കറക്റ്റായിട്ട് കിട്ടില്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂല. പിന്നെ ഈ 6 എന്നുള്ള നമ്പറിനെ നമ്മൾ 9 ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്താക്കി വെച്ചാൽ ഒരു ബേസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വൈറ്റ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്ലെയിൻ ആയി കിടക്കുമ്പോൾ എന്തോ പോലെ തോന്നിയിട്ടാണ് ഞാൻ വൈറ്റ് പേപ്പർ ഒട്ടിച്ചെടുത്തത്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് കൂടി വെക്കാനുണ്ട്. സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്യൂട്ടാക്കാനായിട്ട് ഞാൻ ഒരു പേപ്പറിൽ കുറച്ച് ക്യൂട്ട് പിക്ചേഴ്സ് വരച്ച് കളറൊക്കെ കൊടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ മുകളിൽ ഒട്ടിച്ചെടുക്കുന്നത്. വെക്കാൻ വേണ്ടി ഒരു പേപ്പർ പീസ് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ വെച്ചിട്ട് ആ ഒരു ബേസിലും അതുപോലെ മറ്റേ സൈഡ് നമ്മൾ സ്റ്റിക്കറിലുമാണ് ഒട്ടിച്ചെടുക്കുന്നത്. അത്രേ ഉള്ളൂ നമ്മൾ ക്യൂട്ട് ആൻഡ് ഈസി ആയിട്ടുള്ള ക്ലേ കലണ്ടർ റെഡി. എന്തായാലും സംഭവം അടിപൊളിയാണ്. നമുക്കിത് ഓരോ ദിവസം കഴിയുന്നതോടെ നമുക്കിത് മാറ്റി യൂസ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടും കൂടെ അറിയിക്കുക. ടാറ്റാ.